striking you out, baby. Don't care if I sound crazy, but you never let me down. No, no, that's why when the sun's up, I'm staying. Still laying in your bed singing. Ooh, 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 ooh. Got all this time on our hands. Might as well cancel our plans, yeah. I could stay here for a lifetime. So lock the door and throw out the key. Can't fight this no more. It's just you and me, and there's nothing I can do. I'm stuck with you, stuck with you, stuck with you. So go ahead and drive me insane, baby. Run your mouth. I still wouldn't change being stuck with you, stuck with you, stuck with you. I'm stuck with you, stuck with you, stuck with you, baby. There's nowhere we need to be. No, no, no. I'ma get to know you better. Kinda hope we're here forever. There's nobody on these streets. If you told me that the world's ending, ain't no other way that I can spend it. Oh, 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 oh. Got all this time in my hands. Might as well cancel our plans. I could stay here forever. So lock the door and throw out the key. Can't fight this no more. It's just you and me, and there's nothing I can do. I'm stuck with you, stuck with you, stuck with you. So go ahead and drive me insane, baby. Run your mouth. I still wouldn't trade being stuck with you, stuck with you, stuck with you. I'm stuck with you, stuck with you, stuck with you. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നവരുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷകൊള്ളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യരെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ സ്മേരയെയും പോളിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. കൊടുക്കട്ടെ.
ഒന്നായി തീരുവാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവരുടെ പേരിലുള്ള പ്രാർത്ഥനകൾ, ആശംസകൾ ഞാൻ നേരുകയാണ്. ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്ന വിവാഹ ജീവിതം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നല്ല കുടുംബജീവിതമായി തീരട്ടെ എന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പേരിലും ഇവിടെ കൂടി എല്ലാവരുടെ പേരിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ കൈത്തോട്ടങ്ങൾ അച്ഛനാണ്. അച്ഛനെ ഇവിടുത്തെ പടിവികാരിച്ചനാണ്. മിക്കവാറും വരൻ്റെ വീട്ടുകാർക്കും വധുവിൻ്റെ വീട്ടുകാർക്കും അറിയാം. അച്ഛനവിടെ പൊങ്ങത്ത് നൈപുണ്യയിൽ പ്രിൻസിപ്പളച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബലിയർപ്പിക്കുക ബഹുമാനപ്പെട്ട വർഗീസ് പാലാട്ടി അച്ഛനായിരിക്കും. അച്ഛൻ ഒരു 20 വർഷം മുമ്പ് ഇവിടെ വേദപാഠം പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അച്ഛനെപ്പോഴേ അങ്കമാലി LF ഹോസ്പിറ്റലിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ അച്ഛനും കിടങ്ങൂർ നോർത്ത് പള്ളിയിലെ വികാരിച്ചനുമാണ്. അത്രയും ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫോർബസ് അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛനെയും നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഭക്തിപൂർവ്വം തിരുക്കർമ്മം സംബന്ധിച്ച് വധുവരന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുരഞ്ജിതരായി തീർന്നിടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രികളെല്ലാം ആന്തരികമാകുന്നു,
അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സഹിയാനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥോവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ നിന്ന് വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും
വിജയദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം പുതുമഴയായി പെയ്തിടും ഈ നിമിഷം നവമായി ചൈതന്യമായി ഒഴുകിടും തിരുവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2 മുതലുള്ള വാക്യങ്ങൾ. ഫരീസയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട പോൾ സ്മേറ, പ്രിയപ്പെട്ട വർഗീസച്ച, പ്രിയമുള്ള എൻ്റെ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദൈവാലയത്തിന് പുറത്ത് ഒത്തിരിയേറെ റെസ്ട്രിക്ഷൻസൊക്കെ നിലനിൽക്കുമ്പോൾ തമ്പുരാൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുകയാണ്. ഇവിടെ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത് ഇവർ രണ്ടുപേരുമാണ്, പോളും സ്മേരയും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായൊരു നിമിഷം. അവർ രണ്ടുപേര് 2 കുടുംബങ്ങളിൽ. പോൾ ഇവിടെ ഉദയംപേരൂരിൽ ജനിച്ചു വളർന്നവൻ, സ്മേര മാമ്പറ എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവർ. ഇവർ രണ്ടുപേരും ഇന്ന് എല്ലാ ഒരുക്കങ്ങൾക്കും ശേഷം ധീരമായ ഒരു തീരുമാനത്തോടുകൂടി ഇവിടെ കർത്താവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടുകയാണ്. പുതിയൊരു ജീവിതം തുടങ്ങാൻ, അത് ദൈവസന്നിധിയിൽ നിന്ന് ആരംഭിക്കാൻ, ദൈവാനുഗ്രഹത്തോടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ഈ ജീവിതം തുടങ്ങി വയ്ക്കുമ്പോൾ ഇവർക്ക് കർത്താവ് കൂട്ടിനുള്ളൊരു വിവാഹ ജീവിതം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് എന്നേക്കും നിലനിൽക്കാനുള്ളൊരു ബന്ധമാണ് എന്ന ഉറപ്പിൽ ദൈവത്തിൻ്റെ കൂടെ, ദൈവത്തിൻ്റെ കരം പിടിച്ച് ഈ ദൈവാലയത്തിൽ ഇറങ്ങിപ്പോയാലും എന്നും കർത്താവ് കൂട്ടിനുള്ളൊരു ജീവിതം അവർക്കുണ്ടാകട്ടെ എന്ന് നമ്മളെല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇന്നിവിടെ ഒരുമിച്ച് കൂടുന്നത് യാദൃശ്ചികമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവരെ കണ്ടുമുട്ടാനിടയാക്കിയ സാഹചര്യങ്ങളൊക്കെ പലതാകാം.
പലരുമൊക്കെ ഇടപെട്ടിട്ടുണ്ടാകും. മാട്രിമണി പരസ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവരെ ഒരുമിച്ച് ചേർക്കുന്നതിന് മുൻപ് ഇവരുടെ പൊരുത്തങ്ങൾ, കുടുംബത്തിൻ്റെ പൊരുത്തം, ഇവരുടെ പേഴ്സണൽ കമ്പാറ്റബിലിറ്റി, അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, ഇവരുടെ ജോലി, ഇവരുടെ ഭാവി സുരക്ഷിതത്വം എല്ലാം നോക്കി നമ്മുടെ മാനുഷികമായ കണക്കുകൂട്ടലുകളോടുകൂടി ഇവർ ചേരുന്നവരാണ് എന്ന് ചിന്തിച്ചിട്ടാകും നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടുക. അതോടൊപ്പം തന്നെ കുറച്ച് നാളുകളുടെ പരിചയം കൊണ്ട് ഇവർ സംസാരിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള ഭാവിയൊക്കെ ചിന്തിച്ച് സ്വരുക്കൂട്ടിയിരുന്നു. ഒരു ഇഷ്ടത്തിലുള്ള വ്യക്തികൾ, രണ്ടുപേരും കണ്ട് ഇഷ്ടപ്പെട്ടവരാണ്. രണ്ട് കുടുംബങ്ങൾ ചേർച്ചയുള്ളതാണെന്ന് നമ്മൾ കണ്ടെത്തിയവർ. ഇഷ്ടപ്പെട്ട രണ്ടുപേരാണ് പോളും സ്മേരയും എന്ന് നമ്മുടെ മുന്നിൽ ഒരുമിച്ച് കൂടുന്നത്. ഇവരുടെ ഇഷ്ടം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പലവിധ കാരണങ്ങൾ കൊണ്ടാകാം. പക്ഷെ വിവാഹ ജീവിതം എന്ന് പറയുന്നത്, വിവാഹമെന്ന കൂദാശ എന്ന് പറയുന്നത് ഈ ഇഷ്ടത്തെ ഒരു സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു വലിയ കൂദാശയാണ്, ദൈവാനുഗ്രഹത്തിൻ്റെ കൂദാശയാണ്. ഇഷ്ടം എന്ന് പറയുന്നിടത്ത് പല ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മെ ചേർത്ത് വയ്ക്കുന്ന കാര്യങ്ങളാണ്. ഈ ഇഷ്ടത്തിന് പലപ്പോഴും നമ്മൾ പറയുമല്ലോ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല മുഖങ്ങളാണ് ഞാൻ കാണിക്കുക. എൻ്റെ പ്രസരിപ്പുള്ള മുഖം, എൻ്റെ ജീവിതത്തെ എന്നും സന്തോഷിപ്പിക്കുന്ന മുഖം. അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ വ്യക്തികളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഇറങ്ങിയാണ് നമ്മൾ ചെല്ലുക. പക്ഷേ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടാത്തതിനെ പോലും ഞാൻ സ്വീകരിക്കേണ്ടി വരും. അവിടെയാണത് സ്നേഹമായി മാറുക. അപ്രകാരം ഒരു ഇഷ്ടത്തെ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്ന ഈ ദിവ്യമായ കൂദാശ ഇവർ സ്വീകരിക്കുമ്പോൾ തങ്ങൾ കണ്ടിട്ടില്ലാത്തതും ഇഷ്ടപ്പെടാത്തതിനെ പോലും സ്വീകരിക്കുന്ന തലത്തിൽ ജീവിതത്തെ ഉയർത്താൻ ഇവർക്ക് സാധിക്കട്ടെ. ഈ കൂദാശ വഴി സാധിക്കട്ടെ. അതിനുവേണ്ട ദൈവാനുഗ്രഹം ഇവർക്കുണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സുവിശേഷത്തെ നമ്മൾ വായിച്ചു കേട്ടു. കർത്താവിൻ്റെ മുന്നിൽ ചോദ്യങ്ങളുമായിട്ട് വരുന്ന ഫരീസയർ. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടിയൊക്കെ വായിക്കുമെന്ന് നമുക്കറിയാം. കർത്താവ് ഇത്തരത്തിൽ വിവാഹ ജീവിതം ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല എന്ന് വളരെ കാർക്കശ്യത്തോടുകൂടി കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഇതാർക്ക് സാധിക്കും? സുവിശേഷം ചിലരൊക്കെ പറയും അത് പത്രോസ്ലിഹാണ് ഇപ്പം ചോദിച്ചതെന്ന് പറയും. കാരണം പത്രോസ്ലിഹ വിവാഹം കഴിച്ചവനും അമ്മായിയമ്മയൊക്കെ ഉള്ളവനാണ്, വിവാഹ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞവനാണ്. പത്രോസ്ലിഹാണ് ചോദിച്ചതെന്ന് പറയും. ഇതാർക്ക് സാധിക്കും? ഇത്രയും കഠിനമായ വിധത്തിൽ ഒരിക്കലും പൊട്ടാതെ ഈ ബന്ധം എങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നിടത്ത് കർത്താവ് അവരോട് പറയുന്നുണ്ട്, കൃപ ലഭിച്ചവർക്ക് മാത്രമേ അത് സാധിക്കൂ. ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൂട്ടോട് കൂടിയിട്ടുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാകൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ ഈ ദൈവാലയത്തിൻ്റെ ഇന്നത്തെ മനോഹരമായ ശുശ്രൂഷകൾക്കും ചടങ്ങുകൾക്കും ശേഷം ഇവരാരംഭിക്കുന്ന ജീവിതത്തിൽ ഇവരുടെ ഇഷ്ടതലങ്ങൾക്കപ്പുറത്ത് പലതുമൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനെയൊക്കെ സ്വീകരിക്കാൻ, ജീവിതത്തിൽ ചേർത്ത് നിർത്താൻ, രണ്ടുപേരും ഒരുമിച്ച് എന്നും നിലനിൽക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കണമെങ്കിൽ കർത്താവ് കൂട്ടിനുണ്ടാകണം. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി, ആ ദൈവത്തിൻ്റെ വരപ്രസാദത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിലൊരു യാത്രയിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരിക്കലും മറക്കാതെ നിങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ട രണ്ട് മാതൃകകളും. ഒന്ന്, കർത്താവിൻ്റെ കുരിശ്. ഈ കുരിശ് നമ്മുടെ മുന്നിൽ വലിയൊരു അടയാളമാണ്. ഈശോ സഭയെ സ്നേഹിച്ചതിൻ്റെ ആഴമാണ് ഈ കുരിശ് നമ്മുടെ മുന്നിൽ വെളിവാക്കുക. ഇനി ഒരല്പം പോലും മനുഷ്യൻ നൽകാനില്ലാത്ത വിധത്തിൽ സമ്പൂർണമായിട്ട് സഭയെ സ്നേഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ കുരിശ്. ഈശോ കൂട്ടിനുള്ളൊരു കുടുംബജീവിതം. ഈ കുരിശ് എന്നും മാതൃകയാക്കി, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി കുരിശിനെ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയും. ഈശോയുടെ കുരിശ്. രണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കളുടെ ജീവിതം. സ്മേരയെ സംബന്ധിച്ച് സ്മേരയുടെ അപ്പൻ ഈ നിമിഷങ്ങളിൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇതിന് സാക്ഷ്യം വഹിക്കുന്നു നമ്മൾ വിശ്വസിക്കുകയാണ്. പോളിൻ്റെ മാതാപിതാക്കളുടെ എസ് ചേച്ചിയും പോളേട്ടനും ജോണേട്ടനും അവർ രണ്ടുപേരും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ മുന്നിൽ മാതൃകകളാണ്. അവർ രണ്ടുപേരും അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ അവർ കടന്നുപോയൊരു ത്യാഗത്തിൻ്റെ വഴിയുണ്ട്. മക്കളെന്ന നിലയിൽ നിങ്ങളെ വളർത്തിയെടുക്കാൻ, നിങ്ങളെ പരിപാലിക്കാൻ,
ജീവിതത്തിൽ അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങളെ വളർത്തിയെടുക്കാൻ, നിങ്ങളെ താരാട്ട് പാടി വളർത്തിയ നിമിഷം മുതൽ നിങ്ങളെ ശിക്ഷിച്ചും ലാളിച്ചും സ്നേഹിച്ചുമൊക്കെ നിങ്ങളെ വളർത്തുന്ന വഴികളിൽ അവരേറ്റെടുത്ത വലിയൊരു ത്യാഗത്തിൻ്റെ കഥ അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയും. ആ മാതൃക ഇനി നിങ്ങളൊരു കുടുംബജീവിതം തുടങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് പാഠമായി തീരട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്രകാരം മാതൃകാപരമായ ഒരു കുടുംബജീവിതത്തിന് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ, അതിൻ്റെ ഊടുപാവുമ്പോൾ ദൈവം കൂട്ടിനുള്ള സുന്ദരമായൊരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ ബലമുള്ളൊരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ. മറ്റെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടത്തും ഒരിക്കലും വിടാത്ത പിടിവള്ളിയായി കർത്താവിനെ കൂടെ നിർത്താൻ. അതുകൊണ്ടാണല്ലോ ഫുൾട്ടൻ ജേഷിനൊക്കെ പറയുക, ഇറ്റ് ഇസ് 3 to get married. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഈശോയും നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവം കൂട്ടിനുള്ള സുന്ദരമായൊരു കുടുംബജീവിതം ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ രണ്ടുപേരുമാണ് പാകതയുള്ളവരെന്ന നിലയിൽ, പക്വതയുള്ള നിലയിൽ ജീവിക്കാൻ തുടങ്ങുക. പക്ഷെ ഞങ്ങളൊക്കെ ചുറ്റിനുമുണ്ട് നിങ്ങളുടെ നന്മ കാണാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയങ്ങൾ കാണാൻ, നിങ്ങളിലൂടെ പുതിയൊരു തലമുറയ്ക്ക് നിങ്ങൾ രൂപം കൊടുക്കുന്നത് കാണാൻ, അവരെ നിങ്ങൾ വളർത്തി പരിപാലിക്കുന്നത് കാണാൻ ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ നന്മ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്, അതുകൊണ്ട് സന്തോഷപൂർവ്വം ഈ അൾത്താരയിൽ നിങ്ങൾ ആരംഭിക്കുന്ന ജീവിതം ദൈവാനുഗ്രഹപ്രദമായി തീരട്ടെ, ഈശോ കൂട്ടിനുള്ളതായി തീരട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്കായി നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹ ബന്ധത്തിന്റെ ആഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്ര്യ ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്ത് കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ അങ്ങ് ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അപ്പോൾ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സ്മേറയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? സ്മേറ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി പോളിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ വിവാഹ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുവിൻ.
അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താലിബെഞ്ചിരിപ്പ്. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ബന്ധിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശുവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മോതിരം വെഞ്ചിരിപ്പ്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മന്ത്രകോടി വെഞ്ചിരിപ്പ്. കൃപാവരത്തിൻ്റെ അനുസ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി അങ്ങ് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ജുളവാണികളാൽ മംഗളമരുളുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ജുളവാണികളാൽ മംഗളമരുളുന്നു. മംഗളമരുളുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. അവനിലുന്നതമാമ്പരവീഥികളും മംഗളഗീതികളിൽ മുങ്ങി വിളങ്ങുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ.
ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇബ്രാഹിത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, ഭേദ്യമായ ഐക്യത്തിൽ നിന്ന് ലഭിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പിതാവായ ദൈവമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ പിതാവിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥാനേക്കും.
I built, well, baby, they're tumbling down. And they didn't even put up a fight. They didn't even make a sound. I found a way to let you in, but I never really had a doubt. Standing in the light of your halo, I got my angel now. It's like I've been awakened. Every rule I had you breaking. It's the risk that I'm taking. I ain't never gonna shut you out. Everywhere I'm looking now, I'm surrounded by your embrace. Baby, I can see your halo. You know you're my saving grace. You're everything I need and more. It's written all over your face. Baby, I can feel your halo. Pray it won't fade away. Halo, see your halo. Halo, your halo. Halo, see your halo. Halo, hit me like a ray of sun, burning through my darkest night. You're the only one that I want. Think I'm addicted to your light. I swore I'd never fall again, but this don't even feel like falling. Gravity can't begin to pull me back to the ground again. It was like I've been awakened. Every rule I had you breaking. The risk that I'm taking, I'm never gonna shut you out. Everywhere I'm looking now, I'm surrounded by your embrace. Baby, I can feel your halo. Pray it won't fade away. Halo, see your halo. Halo, your halo. Halo, see your halo. Halo. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുവിശേഷമാണ്. നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. മണവാളനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു,
പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റ് വിളക്കൊരുക്കി. ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം മംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. സമൂഹ പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ ഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹം എന്ന കൂദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ടാനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിനെയും നാഥായനേക്കും നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ്റെ പുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകയിന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകയിന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
I built, well, baby, they're tumbling down. And they didn't even put up a fight. They didn't even make the sound. I found a way to let you in, but I never really had a doubt. Standing in the light of your halo, I got my angel now. It's like I've been awakened. Every rule I had you breaking. It's the risk that I'm taking. I ain't never gonna shut you out. Everywhere I'm looking now, I'm surrounded by your embrace. Baby, I can see your halo. You know you're my saving grace. You're everything I need and more. It's written all over your face. Baby, I can feel your halo. Pray it won't fade. Feel your halo, halo. See your halo, halo. Your halo, halo. See your halo, halo. Good evening, ladies and gentlemen. My name is Nikita, and I have been asked by the handsome groom Poluchatan to be your MC tonight, and they would like to extend their thanks for attending their celebrations tonight. So, നമ്മളെല്ലാവരോടും ഒരുമിച്ച് കൂടിയേക്കാണ് for a very beautiful ceremony, that is the wedding reception of Paul and Smera. ആദ്യം തന്നെ let's all welcome the most important people of this event. അവരില്ലാതെ maybe we can say ഈ ഒരു event തന്നെ possible ആയിരിക്കത്തില്ല. So ladies and gentlemen, let's all welcome the sole nucleus of this ceremony, the parents of the groom and bride, that is Essie Aunty and John Uncle, and also Smera Chechiയുടെ Amma Shanti Aunty is also there with us. Let's all welcome the ravishing couple Paul and Smera along with their entourage. सूरज की बाहों में अब है ये जिंदगी, किरणें हैं सांसों में, बातों में रोशनी। जो ही बदली दिल की ताल है, आहा, यूं ही आया एक ख्याल है, आहा, पाते हमें जिंदगी एक बार, क्यों न करे खुद ही हम इसका प्यार, जाने किसका है हमें इंतजार, कि जिंदगी यही है और यही, जो भी कल तक बस आरज़ू, आहा, वो ही पा गए हैं मैं और तू, आहा, हमें हम हाथों में यूं ही हाथ, शहर दिल में घूमे के साथ साथ, सारे सारे दिन सारी सारी रात, बरस रही है एक खुशी हर कहीं, सूरज की बाहों में अब ये जिंदगी, किरणें हैं सांसों में, बातों में रोशनी, सूरज की बाहों में अब ये जिंदगी, किरणें हैं सांसों में, बातों में रोशनी। नए नए सपने जो बन सके, उसी जिंदगी को कहो जिंदगी, नए नए रास्ते जो चुन सके, उसी जिंदगी को कहो जिंदगी, पल पल में चलती हो झूम के चलती हो तो है जिंदगी, सूरज की बाहों में अब है ये जिंदगी, किरणें हैं सांसों में, बातों में रोशनी, सूरज की बाहों में अब है ये जिंदगी, किरणें हैं सांसों में, बातों में रोशनी, पाते हमें जिंदगी एक बार, क्यों न करे खुद ही हम इसका प्यार, जाने किसका
കിടിലം എൻട്രി തന്ന പോൾ ചേട്ടനെയും സ്മേര ചേച്ചിനെയും നമുക്ക് മാലയും ബൊക്കയും കൊടുത്തിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. Welcoming all of you to the dinner reception of Paul and Smera. Let's all start by seeking the blessings of the Lord Almighty. Lord, behold our family here assembled. We thank you for this place in which we dwell, for the love that unites us, and for the peace accorded us this day. ഇനി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രയർ സോങ്ങിനായി പോളുടൻ ചേട്ടൻ്റെ കസിൻസ് ആയ മെറിനെയും മെറീറ്റേനെയും ക്ഷണിച്ചോളൂ. I worship your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul. Oh my soul, worship his holy name. Sing like never before. Oh my soul, I worship your holy name. Lord, I worship your holy name. Now it's my honor to introduce to you the parents of the groom. Polut Chadan's father, Mr. John A.P., is coming from the prestigious Anyalikal Perinthattil family. He is a successful businessman who is continuing the family business for more than 40 years at Tripunithara. John Uncle, the happy and proud mother of Polut Chatan, Mrs. S.E. John, hails from Vathikudam family, Karugutti, and is the sweetest homemaker I have ever known. Namakini Polut Chatan's രണ്ട് കിടിലം ബ്രദേഴ്സിനെ വെൽക്കം ചെയ്യാൻ സമയമായി. They are also our best man. There is Sebin John Perinthattil and Tom John Perinthattil by name. Sebin, as we call him Ponnappan, yes, commitment Ponnappan. He works as a senior compliance engineer at Amphenol FCI at Vitala. He is a BTech mechanical graduate from Illahia College of Engineering and Technology, Muatupura. Polichatan's younger brother, Tom, is pursuing his BTech Mechanical Engineering at Mar Athanasius College, Kodamangalam. Now it's time to welcome the most happiest mother of the bride, Mrs. Shanti Jose Parambi, who hails from the Taratha family. She is from Tallur and is also a very sweet homemaker. Namkellarku ariyam, the day your little girl gets married is the happiest day of the century for every doting parent, and doesn't she look ravishing? It's also very important for me to mention here Smera Chechi's late father, Mr. Jose P.K. He belongs to the Parambi family and worked as the inspector in Apollo Tyres. Uncle നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ട് 6 വർഷമായി. പക്ഷെ അങ്കിളുടെ ആ ഒരു സ്പിരിറ്റും ലവും ഒക്കെ ഇപ്പോഴും ഈ ഫാമിലിയിൽ നമുക്ക് കാണാൻ കഴിയും. അങ്കിൾ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടർ ആണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ആൻഡ് സ്മേര ചേച്ചിക്ക് ഡാഡി എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര ജീവനായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്കിളുടെ പ്രേയേഴ്സും ബ്ലെസ്സിങ്സും എന്തായാലും നമ്മോടൊപ്പം ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ആസ്ക് യു ഓൾ ടു പ്ലീസ് റിമെമ്പർ ജോസ് അങ്കിൾ ഇൻ എ 2-minute സൈലന്റ് പ്രേയർ. ഇതോടൊപ്പം തന്നെ പോളുടൻ ചേട്ടൻ്റെ കസിൻ പേൾ ചേച്ചിയും നമ്മുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് 1 വർഷമായി. അപ്പോൾ ഈ 2 ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. Thank you. Please be seated. And now I would like to welcome Smera Chechi's beloved sister, Mrs. Sheetal John, who is a BTech graduate from SCMS College, is now a homemaker and also the sweet mother of George John Kirakudan. She is married to Mr. John George Kirakudan, who hails from the Kirakudan family and is a businessman who is the owner of the Heartland Convention Center, Chalakudi. ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് is the most handsome groom, Mr. Paul John Perinthattil. He is an electrical engineer who has done BTech graduation in EEE from Government Engineering College, Munnar, and is currently working as the BMS engineer in Alothing Group, Saudi Arabia.
And finally, the most beautiful bride, ladies and gentlemen, Mrs. Smera Jose Parambi. She is pursuing her master's in computer-aided structural engineering at SCMS College of Engineering. She's done her BTech in Fasad College, Angamali. So, we have a beautiful family complete. So, let's all give it up for Mr. and Mrs. Paul, ladies and gentlemen, for the first time in their life and their family. Beautiful family. Thank you. I would like to bring all of your attention to the candle lighting ceremony. Moving on to the most sweetest ceremony of the event, the cake cutting ceremony. When the bride and groom take pieces of the cake and feed it to each other, once again, they are showing how they have given their all to one another and will care for the other as one flesh. Let this dessert also bring sweetness to their life hereafter. Wine toasting ceremony. So first toast പറയാൻ വേണ്ടി പോളുടൻ ചേട്ടന്റെ അനിയൻ and also our best man സെബിൻ ചേട്ടനെ വിളിക്കുന്നു. പൊന്നു ചേട്ടാ, over to you. ഹലോ, ചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ വളരെ സ്ട്രോങ് ആണ്. ഫിസിക്കലി മെൻ്റലി ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പോരാ, അൾട്രാ സ്ട്രോങ് ആണ്. എനിക്ക് ഭയങ്കര ലവ്ലിയാണ്, ഭയങ്കര കെയറിങ് ആണ്. എനിക്ക് പറയാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനൊരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിൻ്റെ അനിയനാണ്, നീ അവനെ പൊന്നുപോലെ നോക്കിക്കോളാം. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും നല്ല കെയറിങ് തന്നിട്ടാണ് ചേട്ടൻ ശ്രദ്ധിക്കുന്നത്. ഭയങ്കര നല്ലൊരു കംപ്ലീറ്റ് ഫാമിലി മാനാണ്. അപ്പോൾ ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് അതാണുള്ളത്. അപ്പോൾ ചിയേഴ്സ് ടു ദെയർ ലോങ് ലാസ്റ്റിംഗ് ലൈഫ്. അപ്പോൾ ഹാവ് യുവർ വൈൻ. സ്മേര ചേച്ചിയുടെ ചേച്ചി ശീതൾ ചേച്ചീനെ ടോസ്റ്റ് പറയാൻ വേണ്ടി വിളിക്കുന്നു. സ്മേരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ഭയങ്കര ലവിങ് ആണ്, കെയറിങ് ആണ്, ഷെയറിങ് മെൻറ്റാലിറ്റി നന്നായിട്ടുണ്ട്. പോൾ അങ്ങനെ തന്നെ, പോളിൻ്റെ കണ്ടെടുത്തോളം എല്ലാവർക്കും നല്ല സ്മേരയ്ക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് തന്നെ ഒരു പാർട്ട്ണർ തന്നെ കിട്ടിയില്ല. ഞങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. വെൽ, ഇനി നമുക്ക് കേൾക്കാൻ ബാക്കിയുള്ളത് പോളു ചേട്ടൻ്റെന്നും സ്മേര ചേച്ചിയുടേന്നും ആണ്. സോ അവർക്ക് ഇനി മുതലൊരു പുതിയ ജീവിതമാണ്, ലൈക്ക് ഒരു മെയിൻ ടേൺ ഓവർ പോയിന്റ് തന്നെയാണ് ഈ ഒരു മാരേജ് എന്ന് പറയുന്നത്. സോ പോളു ചേട്ടാ, എന്താണ് പറയാനുള്ളത്? സ്മേരനെ കുറിച്ച് പറയാനാണെങ്കിൽ, സ്മേര എല്ലാ ചെറിയ കാര്യങ്ങളും വളരെ പ്ലാൻ ചെയ്ത്
അത് ഏറ്റവും പെർഫെക്ഷനിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് മാക്സിമം നോക്കണ ഒരാളാണ്. അത് നമ്മൾ പല സമയത്തും വിട്ടുപോകുന്ന പല മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവൾ ഏറ്റവും കറക്റ്റായിട്ട് അത് പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ നോക്കുക. പിന്നെ ഭയങ്കര കെയറിങ് ആണ്. കെയറിങ് അത് എന്നെ മാത്രമല്ല, എന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ആരൊക്കെയാണോ അവരെല്ലാവരെയും കെയർ ചെയ്യും. അത്രയ്ക്ക് കെയറിങ് ആണ്. ഇപ്പോൾ പാരൻസിനെ പറ്റിയാണെങ്കിലും കസിൻസിനെ പറ്റിയാണെങ്കിലും ആൻറ്റിമാരെ പറ്റി, അങ്കിൾമാരെ പറ്റി എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ എപ്പോഴും ശ്രദ്ധിക്കും. അതിപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പോൾ അവരുടെ ലൈഫിൽ വന്ന ഇപ്പോൾ ആൻറ്റിക്ക് നടുവേദനയാണോ അല്ലെ വല്ല തലവേദന വന്നോ, അത് പിന്നീടാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി ഫോളോ അപ്പ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് അന്വേഷിക്കുക. അത്രയ്ക്ക് കെയറിങ് ആണ് സ്മേര. പിന്നെ എനിക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ യാതൊരു മടിയില്ല. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ജോണി ചേട്ടനുണ്ട്, നമ്മുടെ ജോണി ചേട്ടൻ, ജോർജു, ഷീതു, മമ്മി എല്ലാവരും ഭയങ്കര കെയറിങ് ആണ്. ഒട്ടും ഒരു ഓക്വേർഡായിട്ട് ഒട്ടും തോന്നിയിട്ടില്ല. വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും എല്ലാം ഭയങ്കര കെയറിങ് ആണ്. ജോണി ചേട്ടൻ എൻഗേജ്മെൻ്റ് ഒക്കെ നല്ല അടിപൊളിയാക്കി നടത്തിയത് നമ്മളെല്ലാവരും തന്നെ കണ്ടതല്ലേ. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആണ്. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും. ഓക്കെ. യെസ്, പോളിച്ചേട്ടൻ ഫുൾ ഫാമിലീനെ തന്നെ ഒരുമാതിരി വെൽക്കം ചെയ്യണ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എല്ലാവരും ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോളിച്ചേട്ടൻ്റെ ക്വാളിറ്റീസിനെ പറ്റി, സ്മേര ചേച്ചിൻ്റെ ക്വാളിറ്റീസിനെ പറ്റി ഒക്കെ നമ്മൾ കേട്ടു. ഇനി സ്മേര ചേച്ചിക്ക് എന്ന് പറയുമ്പോൾ ദിസ് മസ്റ്റ് ബി വെരി എക്സൈറ്റിംഗ് അല്ലേ. ലൈക്ക് പുതിയൊരു ഫാമിലിയിലേക്ക് ചെല്ലാൻ പോവാണ്. അതും 3 ആണുങ്ങൾ, ഞങ്ങൾ കസിൻസിൽ എല്ലാത്തിലും 3 ആണുങ്ങൾ മാത്രമായിട്ടുള്ളൊരു ഫാമിലി എന്ന് പറയുന്നത് ഇവരുടെയാണ്. ഇപ്പോൾ അവിടേക്ക് ഒരു ചേച്ചീനെയും കൂടി കൊണ്ടുവന്ന് തന്നേക്കാണ് പോളിച്ചേട്ടൻ. സോ ഹൗ ഡസ് ഇറ്റ് ഫീൽ ഫോർ യു? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓൾമോസ്റ്റ് ഒരു 8 months ഞങ്ങൾ ഭയങ്കര കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത്. ഓഗസ്റ്റ് മുതൽ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഈ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണത് എൻ്റെ ഡാഡീനെ തന്നെയാണ്. ആ ഒരു സ്ഥാനത്തേക്ക് ഇപ്പം എനിക്ക് അപ്പം വന്നു. പിന്നെ എനിക്ക് അടിപൊളി കസിൻസിനെ കിട്ടി. ഞങ്ങളുടെ അവിടെ മാമ്പ്രയിൽ പറമ്പീസിലായാലും ഒരുപാട് കസിൻസ് ഉണ്ട്, ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അതുമാതിരി തന്നെയാണ് ഇവിടുത്തെ കസിൻസും, ഭയങ്കര ഹാപ്പിയാണ്.
रंग सितारे है चांद सा मुखड़ा, क्या कहना उसका आफरी, दावत में जैसे हो शाही टुकड़ा, उसके जैसी न कोई नाज़नीं। शाही जोड़ा पहन के आई जो बंधन के, वही तो मेरी स्वीट हार्ट है। शर्माई सी पागल में जो बैठी है दुल्हन की, वही तो मेरी स्वीट हार्ट है। शाही जोड़ा पहन के आई जो बंधन के, वही तो मेरी स्वीट हार्ट है। शर्माई सी पागल में जो बैठी है दुल्हन की, वही तो मेरी स्वीट हार्ट है। சாரலடிக்குது வெயில், ஓ கண்ணு பட்டா காணா போகும் புயல். உண்டி வீர நானடி உனக்கு ஆளும் நானடி, பட்டு பட்டு கண்ணு புட்டு தொட்டு முட்டம் வெப்ப பாரடி, வெற்றி வேலோ நானடி, வெளிவசம் போட மாட்டடி, அந்த அந்த பட்டு முத்திரத்திலும் யாரடி போடா. But you're the one